ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ റൂമൊക്കെ അങ്ങ് ക്ലീൻ ചെയ്യാമെന്ന് കരുതി രാവിലെ എഴുന്നേറ്റ് പുറത്തൊക്കെ പോയി പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകിയതിന് ശേഷം കട്ടൻ ചായയൊക്കെ കുടിച്ച് വന്നിട്ടാണ് റൂമൊക്കെ തുടയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ റൂമുകൾ രണ്ടും തുടച്ചു, ഫാനൊക്കെ ഇട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഹാള് തുടയ്ക്കുവാണ് കേട്ടോ. കുറേ നാൾ കൂടിയിട്ടാണ് തുടയ്ക്കുന്നത്, കാരണം അങ്ങനെ അഴുക്കൊന്നും ആവാറില്ല, അതുകൊണ്ട് എപ്പോഴും അങ്ങനെ തുടയ്ക്കാറില്ല കേട്ടോ. പിന്നെ റൂമൊക്കെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ തുടയ്ക്കാറുണ്ട് ചെറുതായിട്ട്. പിന്നെ ഞാൻ എൻ്റെ സിസേറിയൻ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ തുടയ്ക്കൽ, അതുപോലെ ബെഡ്ഷീറ്റ് കഴുകൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് തുടങ്ങിയില്ല കേട്ടോ. കാരണം 7 മാസം ആയെങ്കിൽ പോലും അതിൻ്റേതായ ചെറിയ ചെറിയ ക്ഷീണങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ കട്ടിപ്പണിയൊന്നും ചെയ്യാറായില്ല. അങ്ങനെ കഴിഞ്ഞാൽ ഹാളൊക്കെ നല്ല രീതിയിൽ തുടച്ചതിന് ശേഷം നേരെ അടുക്കളയിലോട്ട് വന്നു കേട്ടോ. നമ്മുടെ അടുക്കള ചെറുതായതുകൊണ്ട് അത്ര അങ്ങനെ ബുദ്ധിമുട്ടില്ല തുടയ്ക്കാനായിട്ട്. പിന്നെ സൈഡിലൊക്കെ മേശയൊക്കെ കിടക്കുന്നതുകൊണ്ട് അതൊക്കെ അങ്ങ് വലിച്ച് നീക്കാനൊക്കെ പാടാണ് കേട്ടോ. പിന്നെ അതിൻ്റെ അടിയിൽ അങ്ങനെ വലിയ അഴുക്കൊന്നുമില്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ. പിന്നെ അടുക്കള ഞാൻ മിക്കപ്പോഴും ജോലിയൊക്കെ കഴിഞ്ഞതിനൊക്കെ ശേഷം മിക്ക ദിവസവും ഞാൻ ചെറുതായിട്ടൊന്ന് തുടച്ചൊക്കെ വിടുന്നതുകൊണ്ട് അത്ര അങ്ങനെ അഴുക്കില്ല കേട്ടോ. അങ്ങനെ പിന്നെ അടുക്കളയൊക്കെ തുടച്ച് നേരെ നടക്കലൊക്കെ ഒന്ന് തുടച്ച്, അടുക്കളയും ഹാളും ഉണങ്ങാൻ പാടാണ് കേട്ടോ. കാരണം ഹാളിൽ ഫാൻ ഇല്ലാത്തത് കൊണ്ട് അവിടെ ഉണങ്ങാൻ പാടാണ്, പിന്നെ അടുക്കളയും ഉണങ്ങാൻ പാടാണ് കേട്ടോ. പിന്നെ രാവിലെ അങ്ങ് തുടച്ചിട്ട് കഴിഞ്ഞാൽ എനിക്കിനിയിപ്പം അകത്തെ അടുക്കളയിൽ അധികം പണിയൊന്നുമില്ല, പുറത്താണ് കേട്ടോ ജോലിയൊക്കെ. അതുകൊണ്ട് പിന്നെ അങ്ങ് പെട്ടെന്നങ്ങ് വലിഞ്ഞോളും. ഇനിയിപ്പം വെയിലൊക്കെ നല്ലപോലെ ഉദിച്ച് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്നങ്ങ് ഉണങ്ങിക്കോളും കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അവിടെയൊക്കെ തുടയ്ക്കുവാണ്. ഈ ഒരു സംഭവത്തിൽ ഈ തുടയ്ക്കണ ഈ സാധനത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പൊടി പോലത്തെ സാധനം വരും കേട്ടോ. ഇത് നല്ല വെയിറ്റുമാണ് ഇത് വെച്ച് തുടയ്ക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഈ നൂല് പൊടിഞ്ഞ പോലെയൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ചൂലെടുത്ത് അവിടെ നിന്ന് അടിച്ച് വരാമെന്ന് വെച്ചേ. അങ്ങനെ അതൊക്കെ തട്ടി അടിച്ചൊക്കെ വാരിയതിന് ശേഷം പിന്നെ ഞാൻ ആ 2 നടക്കല്ലും കൂടി അങ്ങ് തുടച്ച് വെച്ച് കേട്ടോ. ഇനിയിപ്പോൾ അടുക്കളയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് അകത്തെ അടുക്കളയിലോട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ എൻ്റെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. റൂം രണ്ടും നല്ല രീതിയിൽ തുടച്ചിട്ടു. പിന്നെ ഹാളും, പിന്നെ സിറ്റ് ഔട്ടിൽ ടൈലിടാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല, അവിടെ ഒന്ന് അടിച്ച് വാരിയൊക്കെ ഇട്ടാൽ മതി കേട്ടോ. അങ്ങനെ പിന്നെ എൻ്റെ തുടയ്ക്കലെല്ലാം അങ്ങ് കഴിഞ്ഞു. കുറേ നാൾ കൂടിയിട്ടാണ് കേട്ടോ തുടയ്ക്കുന്നത്. നമുക്ക് എല്ലാ ദിവസവും അങ്ങനെ തുടയ്ക്കേണ്ട കാര്യമില്ല, കാരണം അങ്ങനെ വലിയ അഴുക്കോ കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല കേട്ടോ. മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ എപ്പോഴും തുടയ്ക്കണം, ഒരു 2-3 നേരമെങ്കിലും ഒരു ദിവസം തുടയ്ക്കണം കേട്ടോ. കാരണം മുറ്റത്തൊക്കെ ചെളിയും വെള്ളമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ്. പൂച്ചയൊക്കെ ആണെങ്കിലും അകത്തോടൊക്കെ കയറുമ്പോഴത്തേക്ക് മൊത്തം കാൽപ്പാടാണ് കേട്ടോ. അതുകൊണ്ട് മഴക്കാലത്തിൻ്റെ സമയത്താണ് എപ്പോഴും തുടയ്ക്കുന്നത്. അങ്ങനെ എൻ്റെ തുടയ്ക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ പോയിട്ട് കുളിച്ച് കേട്ടോ. കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്കും കറണ്ടും കാര്യങ്ങളൊന്നുമില്ല. അതിന് ശേഷം പിന്നെ പെട്ടെന്ന് കറണ്ടൊക്കെ വന്നു. പിന്നെ ഇത് അമ്പാടീനെയൊക്കെ കുളിപ്പിച്ച്, അമ്പാടി എൻ്റെ ഒക്കത്ത് കയറി ഇരിപ്പുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നേരെ അടുക്കളയിലോട്ട് വന്നിട്ട് കുഞ്ഞുവാവയ്ക്ക് കുറുക്കുണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ വാവയ്ക്ക് കുറുക്കുണ്ടാക്കി വാവയ്ക്ക് കൊടുത്ത് അവനെ ഒന്ന് ഉറക്കിയതിന് ശേഷം ബാക്കി പണിയിലോട്ട് കിടക്കാമല്ലോ എന്ന് കരുതി കേട്ടോ. അങ്ങനെ കുറുക്കൊക്കെ ഉണ്ടാക്കി കൊണ്ടിരുന്ന സമയത്ത് ചേട്ടനൊക്കെ പോയിട്ട് ചിക്കനും ബീഫൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഈ കൂടിൻ്റെ അകത്തിരിക്കുന്ന ചിക്കൻ എനിക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാനാണ്. ചീനച്ചട്ടിയിലിരിക്കുന്നത് ചോറിന് കറിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ 2 രീതിക്ക് ഉണ്ടാക്കണം, കാരണം ഞാൻ ചിക്കൻ ബിരിയാണിക്കുള്ള ചിക്കനിൽ മധുരം ചേർക്കും കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ ഇത് ബീഫാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ബീഫ് മേടിച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നാൾ കൂടിയിട്ടാണ് കേട്ടോ ബീഫ് മേടിക്കുന്നത്. അങ്ങനെ ഞാൻ വന്നിട്ട് ചിക്കനൊക്കെ അങ്ങ് നല്ല രീതിയിൽ കഴുകി മസാലയൊക്കെ പുരട്ടി വെക്കുവാണെങ്കിൽ അത് അവിടെ ഇരുന്ന് പിടിച്ചോളുമല്ലോ എന്ന് ഓർത്തിട്ട് വന്ന് ചിക്കനൊക്കെ കഴുകുവാണ് കേട്ടോ. എനിക്കിതൊക്കെ കഴുകാൻ ഒരു ലോഡ് വെള്ളം വേണം കേട്ടോ, കാരണം നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് നല്ല വെള്ളിക്കിണ്ണ പോലെ ആക്കിയതിന് ശേഷമാണ് എനിക്കൊരു തൃപ്തി വരത്തുള്ളൂ കേട്ടോ. അങ്ങനെ വലിയ പീസുകളൊക്കെ അങ്ങ് മുറിച്ചിട്ടു. പിന്നെ ബാക്കിയെല്ലാം അങ്ങ് കഴുകി പെട്ടെന്ന് അങ്ങ് ക്ലീൻ ചെയ്തെടുത്ത് കേട്ടോ. അതിന് ശേഷം വന്നിട്ട് തേയിലയിട്ട് മസാലയൊക്കെ അങ്ങ് പുരട്ടി വെക്കാമെന്ന് കരുതി. ഒരു 1/4 മണിക്കൂറൊക്കെ വെക്കണം. അതുകൊണ്ടിട്ട് അതങ്ങ് ചെയ്ത് വെച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങളും കൂടി അങ്ങ് ചെയ്യാമല്ലോ എന്ന് കരുതി. അപ്പോഴത്തേക്കും അതിൽ മസാലയൊക്കെ അങ്ങ് പിടിക്കുമല്ലോ. അപ്പോൾ വന്നിട്ട് ഉപ്പൊക്കെ ഇട്ട്, അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട്, പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്തിട്ട് വേറെ പാത്രത്തിലെടുത്ത് അടച്ചാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. ഈ ഒരു ഉരുളി എനിക്ക് ആവശ്യമുള്ളത് കൊണ്ട് വേറെ പാത്രത്തിലിട്ട് മാറ്റിയിട്ടാണ് വെക്കുന്നത്. അങ്ങനെ അതൊക്കെ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം പാത്രത്തിലാക്കി മാറ്റി വെച്ചു. ഇനിയിപ്പോൾ അത് അവിടെ ഒരു 1/4 മണിക്കൂർ ഇരിക്കുമ്പോഴത്തേക്കും അതിൻ്റെ പണി ഏകദേശം നല്ല രീതിയിലാകും. അപ്പം നേരെ വന്നിട്ട് പിന്നെ ബീഫ് അങ്ങ് കഴുകി വെക്കാമെന്ന് കരുതി. ബീഫും അങ്ങ് കഴുകി വെച്ച് മസാലയൊക്കെ പുരട്ടി വെക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് അരിയാനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞെല്ലാം പെട്ടെന്ന് സെറ്റാക്കിയാൽ മതിയല്ലോ. അപ്പം രാവിലെ തന്നെ പോയി മേടിച്ചത് കൊണ്ട് നമുക്കൊരു 12 മണിക്കുള്ളിൽ പണിയൊക്കെ കഴിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സാധാരണ എപ്പോഴും കുറച്ച് നേരം പിളർന്നിട്ടൊക്കെയാണ് കേട്ടോ ബീഫും ചിക്കനൊക്കെ പോയി മേടിക്കാറുള്ളത്. അപ്പോഴത്തേക്കും തന്നെ ഇതെല്ലാം ചെയ്ത് റെഡിയായൊക്കെ വരുമ്പോഴത്തേക്കും
കഴിയുമ്പോഴത്തേക്കും തന്നെ ഒരു 2 മണി 3 മണിയൊക്കെ ആവും. ആ സമയത്താണ് ചില ദിവസങ്ങളിൽ ഉച്ചയൂണൊക്കെ കഴിക്കാറ് കേട്ടോ. അങ്ങനെ ദേ ബീഫൊക്കെ നല്ല രീതിയിൽ അങ്ങ് കഴുകി വാരിയിട്ട് ചേട്ടൻ്റെ കയ്യിൽ അങ്ങ് കൊടുത്തു വിട്ടു. ഇവിടെ കാക്കയുടെയും പൂച്ചയുടെയും ഒക്കെ ശല്യം ആയതുകൊണ്ടാണ് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം എടുക്കാനോ ഇതിനൊന്നും മാറാൻ പറ്റാത്ത കേട്ടോ. അപ്പോൾ ചേട്ടനെ സൈഡിൽ നിർത്തിയേക്കണേ, എന്തെങ്കിലും വേണമെങ്കിൽ എടുത്ത് തരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പിന്നെ കയ്യോടെ കൂടി ആ ഉരുളി അങ്ങ് കഴുകി എടുത്ത് കേട്ടോ. അതിൽ വേണം ഇനിയിപ്പോൾ നമുക്ക് ബീഫൊക്കെ റെഡിയാക്കാനും ചിക്കൻ റെഡിയാക്കാനൊക്കെ ആയിട്ട്. ഇങ്ങനെ നമുക്കധികം വലിയ പാത്രമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ദേ വന്നിട്ട് ബീഫിലും എന്താ പറയണ ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, മീറ്റ് മസാല, മുളക് പൊടി, പിന്നെ കുറച്ച് സോഡാപ്പൊടി. അത് നല്ല രീതിയിൽ വേകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വേഗം കേട്ടോ. സോഡാപ്പൊടി കുറച്ച് ചേർക്കുമ്പോഴത്തേക്കും കുറച്ച് ചേർക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അത് മാറ്റി വെക്കും കേട്ടോ. അതിപ്പോൾ റെഡിയാക്കുന്നില്ല, എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെക്കത്തേ ഉള്ളൂ. കാരണം ചിക്കനും ബിരിയാണിയൊക്കെ റെഡിയാക്കിയതിന് ശേഷം വേണം അത് റെഡിയാക്കാൻ. ബീഫിന് നല്ല വേവായതുകൊണ്ട് തന്നെ അത് ലാസ്റ്റ് ചെയ്യാമെന്ന് കരുതി കേട്ടോ. കാരണം അടുക്കളയിൽ ആകെ ഒരടുപ്പേ ഉള്ളൂ. 2 അടുപ്പുണ്ട്, പക്ഷെ ഒരെണ്ണം തീരെ ചെറുതാണ്. പിന്നെ ആ ഒരു അടുപ്പയിലിട്ട് വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് ബീഫ് ലാസ്റ്റ് അങ്ങ് വെക്കാമെന്ന് കരുതി. ബീഫ് ആദ്യം വെച്ച് കഴിഞ്ഞാൽ ബാക്കി പണിയൊന്നും ഇപ്പം നടക്കത്തില്ല കേട്ടോ. അങ്ങനെ പിന്നെ ചേട്ടൻ അതിൽ സാധനങ്ങളൊക്കെ ചേർത്ത് അതൊക്കെ അങ്ങ് മിക്സ് ചെയ്ത് വെച്ച് കേട്ടോ. അതിന് ശേഷം ഞാൻ പിന്നെ അത് ചിക്കന് വേണ്ടി അരിയാനുള്ളതൊക്കെ അങ്ങ് അരിഞ്ഞ് വെക്കാമെന്ന് കരുതി. അപ്പം ഇതൊക്കെ അങ്ങ് അരിഞ്ഞ് വെച്ചതിന് ശേഷം ചിക്കൻ വറുക്കാമല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ പണിയും പെട്ടെന്ന് തന്നെ എളുപ്പമാകും. അങ്ങനെ ചിക്കന് വേണ്ടിയിട്ട് സബോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഒരു ക്യാരറ്റ്, പിന്നെ തക്കാളി ഉണ്ട് കേട്ടോ. ഞാൻ തക്കാളി ഇടും. തക്കാളി ലാസ്റ്റേ ഇടത്തുള്ളൂ. ചിക്കനൊക്കെ കറിയൊക്കെ ആയി ഒന്ന് കുറുകി വന്നതിന് ശേഷമാണ് തക്കാളിയും കുരുമുളക് പൊടിയും ചേർക്കുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ അരിഞ്ഞ് വെച്ചതിന് ശേഷം ഞാൻ നേരെ വന്ന് ചിക്കനൊക്കെ അങ്ങ് വറുത്ത് വെക്കാമെന്ന് കരുതി. അപ്പോൾ എൻ്റെ ഗ്യാസ് ഏകദേശം തീരാറായിരിക്കും കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തീരത്തില്ല, ഉണ്ട്. എന്നാലും ഈ ചിക്കനൊക്കെ നല്ല രീതിയിൽ വറുക്കുമ്പോഴത്തേക്കും ഒരുപാട് തീ ചിലവാകും. അപ്പോഴത്തേക്കും ഗ്യാസ് പറ്റത്തില്ല. അപ്പോൾ അടുപ്പയിലിട്ട് തന്നെ അങ്ങ് റെഡിയാക്കാമെന്ന് കരുതിയിട്ട് ഞാൻ വന്നിട്ട് അടുപ്പയിലിട്ടാണ് കേട്ടോ ഈ ചിക്കനൊക്കെ അങ്ങ് വറുക്കുന്നത്. അപ്പോൾ നമുക്ക് തീ കത്തിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്ര എളുപ്പമാണ്. നമ്മുടെ പണിയൊക്കെ പെട്ടെന്ന് അങ്ങ് നടക്കും. എനിക്കിങ്ങനെ ഒരുപാട് വിറകൊക്കെ നല്ല ഉണങ്ങിയ വിറകൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഗ്യാസിനോട് തീരെ താല്പര്യമില്ല കേട്ടോ. എനിക്ക് വിറകടുപ്പ് തന്നെയാണ് ഇഷ്ടം. ഒത്തിരി വിറക് വേണം. അതേപോലെ നല്ല രീതിയിൽ ഉണങ്ങിയ വിറകൊക്കെ ആണെങ്കിൽ നമുക്ക് ഫുഡിന് രുചി വരുന്നതും എല്ലാം ഈ അടുപ്പിൽ തന്നെയാണ് കേട്ടോ, വിറകടുപ്പിൽ. ഞാനിവിടെ വന്നിട്ട് 13 വർഷമായി. പക്ഷേ എങ്കിലും നമ്മുടെ ഗ്യാസ് എടുത്തിട്ട് ഏകദേശം 2 വർഷമായിട്ടേ ഉള്ളൂ കേട്ടോ. അതുവരെ ഞാൻ വിറകടുപ്പിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കിപ്പോഴും ഇഷ്ടം അതൊക്കെ തന്നെയാണ്. വിറകുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ എനിക്ക് മടിയാണ് കേട്ടോ. ഇങ്ങനെ പുകഞ്ഞൊക്കെ ഇരിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ദേ ചിക്കനൊക്കെ നല്ല രീതിയിൽ അങ്ങ് വറുക്കാൻ വെച്ചു. അപ്പം അമ്മയുടെ കയ്യിലോട്ട് ഞാൻ കുറച്ച് ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്, ചോറിന് കറി വെക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ ഈ ബിരിയാണിക്കുള്ള ചിക്കനിൽ മധുരം ചേർത്തുണ്ടാക്കുന്നതുകൊണ്ട് അതെല്ലാവർക്കും പിടിക്കത്തില്ല കേട്ടോ. അച്ഛന് ഇഷ്ടമില്ല. അതുകൊണ്ട് കുറച്ച് ചിക്കൻ കറി വെക്കാൻ വേണ്ടി കൊടുത്തു. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ അമ്മ ഇവിടെ നിന്ന് അരിയുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ വറുത്ത് നേരെ അകത്ത് പോയിട്ട് കറിയൊക്കെ ഗ്യാസേ വെച്ച് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോഴത്തേക്കും അമ്മയ്ക്ക് ചിക്കൻ കറി അടുപ്പായിട്ട് ഉണ്ടാക്കാമല്ലോ. അപ്പം ഞാൻ നേരെ അകത്തേട്ട് വന്നു കേട്ടോ. എനിക്ക് കറി ഉണ്ടാക്കാൻ നേരത്ത് എല്ലാ സാധനങ്ങളും ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വേണം. അതായത് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സാധനങ്ങളും പൊടികൾ, പിന്നെ വെള്ളം വേണമെങ്കിൽ വെള്ളം, എണ്ണ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഞാനിങ്ങനെ അടുത്തടുത്ത് വെച്ചതിന് ശേഷം മാത്രം കേട്ടോ എല്ലാം ആദ്യം ഒരു ഉണ്ടാക്കാൻ നിൽക്കുള്ളൂ. കാരണം നമ്മൾ ഗ്യാസിൽ എന്തെങ്കിലുമൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഇടയ്ക്കിട്ട് പോകുമ്പോഴത്തേക്കും പിന്നെ ആ വെച്ചേക്കുന്ന സാധനങ്ങൾ കരിഞ്ഞു പോകും. പിന്നെ തീ കുറച്ച് വെക്കണം. അങ്ങനെ ഓരോരോ കാര്യങ്ങളായതുകൊണ്ട് എനിക്കങ്ങനെ ഒരു സാധനം അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണം ഇഷ്ടമില്ല കേട്ടോ. എല്ലാം അങ്ങ് നമ്മൾ അടുപ്പിച്ചങ്ങ് വെക്കുവാണെങ്കിൽ നമുക്ക് എല്ലാം അടുത്തടുത്തങ്ങ് എടുക്കാമല്ലോ. അങ്ങ് എടുത്ത് എല്ലാം സെറ്റായതിന് ശേഷം നമുക്കെല്ലാം അങ്ങ് എടുത്ത് വെച്ചാൽ മതിയല്ലോ. അതുകൊണ്ടിട്ട് ഞാൻ ദേ ചിക്കൻ വറുത്തിട്ട് അപ്പുറത്ത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അരിഞ്ഞ് വെക്കാനുള്ള സാധനങ്ങൾ അരിഞ്ഞ് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ചതിന് ശേഷം കടുകൊക്കെ ഇട്ടിട്ട് അതെല്ലാം അങ്ങ് ഇട്ട് കേട്ടോ. അതെല്ലാം ഇട്ടങ്ങ് വഴറ്റി. അപ്പോൾ അത് വഴണ്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് പൊടികളെല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെക്കാമല്ലോ. അപ്പോൾ അത്രയും പണി എളുപ്പമാകും കേട്ടോ. അങ്ങനെ കഴിഞ്ഞാൽ ഒരു പാത്രത്തിലിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും മസാലപ്പൊടിയും കൂടി എടുത്ത് വെക്കണം കേട്ടോ. ഇത് 3ഉമാണ് ഞാൻ വഴറ്റുന്നത്. ഈ സവോളയൊക്കെ വഴണ്ടി വന്നതിന് ശേഷം ഇത് 3ഉം അങ്ങ് ഇട്ട് മൂപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ വെള്ളം ഒഴിച്ച് ഒന്ന് തിളച്ചതിന് ശേഷം ചിക്കനൊക്കെ ഇടുന്നത്. പലരും പല രീതിക്കാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. ഞാൻ ഈ ഒരു രീതിക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാനും ചില സമയത്ത് പല രീതിക്കും ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് ഈ രീതിക്ക് അങ്ങ് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഇതൊക്കെ വഴണ്ടി വന്നതിന് ശേഷം ഞാൻ കുറച്ച് മധുരം ചേർക്കും കേട്ടോ. സബോളയിലിട്ട് കുറച്ച് മധുരമൊക്കെ ചേർത്തതിന് ശേഷമാണ് ഞാൻ ഈ പൊടികളൊക്കെ അങ്ങ് ഇടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം ഒത്തിരി നീണ്ടു പോകും കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുത്തപ്പോൾ തന്നെ എഡിറ്റ് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് ലെങ്ത് ഉണ്ടായിരുന്നു. ഞാൻ വോയിസ് ഓവർ കൊടുത്ത് തന്നെ മടുത്തു കേട്ടോ. അതുകൊണ്ട് പിന്നെ ചുരുക്കി എടുത്തു. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ തിളയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ ബീഫിനുള്ള പച്ചമുളക്, ഇഞ്ചി, സബോള, വെളുത്തുള്ളി ഇതെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അമ്മയുടെ ചിക്കൻ കറി റെഡിയായി കേട്ടോ. അതിന് ശേഷം ഞാൻ വന്നിട്ട് ഇതേ ബീഫൊക്കെ
കഴുകി വാരി അടുപ്പേ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി അത് അവിടെ നിന്ന് നല്ലപോലെ വേവട്ടെ. ആ സമയത്ത് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ്, കിസ്മിസ്. പിന്നെ ഞാൻ എപ്പോൾ ബിരിയാണി ഉണ്ടാക്കിയാലും എനിക്ക് സർലാസ് നിർബന്ധമാണ് കേട്ടോ. ഞാൻ എപ്പോൾ ഉണ്ടാക്കിയാലും ആദ്യം സർലാസ് ഉണ്ടാക്കി അങ്ങ് മാറ്റി വെച്ചേക്കും. അതിന് ശേഷം വന്നിട്ട് ബിരിയാണിക്കുള്ള സവോളയൊക്കെ അങ്ങ് വറുത്ത് വെക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ ബിരിയാണിക്കുള്ള സവോളയൊക്കെ വറുത്ത് വെച്ചു. പിന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ വറുത്ത് അതും മാറ്റി വെച്ചു. പിന്നെ ബിരിയാണി അരി വെള്ളത്തിൽ ഞാൻ കുതിരായിട്ടിട്ടുണ്ടായിരുന്നു, അത് ഊറ്റി വെച്ചു. പിന്നെ അതിനുള്ള വെള്ളമൊക്കെ സാധനങ്ങളൊക്കെ ചേർത്ത് വെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുവാണ് കേട്ടോ. അതിന് ശേഷം നമ്മുടെ ചിക്കൻ കറി നല്ല കുറുകിയ ചിക്കൻ കറി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കനും അങ്ങ് റെഡിയായി, അതെല്ലാം സെറ്റായി കേട്ടോ. സമയം 12 മണിക്ക് മുമ്പൊക്കെ പണിയെല്ലാം തീർക്കണമല്ലോ. അപ്പോൾ നമ്മുടെ ബിരിയാണിയും ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ബിരിയാണി എല്ലാം റെഡിയായി. ഇനി ബീഫ് ഫ്രൈ ചെയ്യാനുള്ള തേങ്ങ ഞാൻ കൊത്താൻ പോവാണ് കേട്ടോ. തേങ്ങ ഞാൻ നേരത്തെ ഇങ്ങനെ പൊട്ടിച്ച് കൊത്തിയൊക്കെ റെഡിയാക്കി വെച്ചേക്കുവാണ്. ഇനി അത് നൈസായിട്ടൊന്ന് അരിയണം. അപ്പോൾ അതിന് വേണ്ടി ആ റൂമിൽ വന്നിരുന്ന് അരിയുവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കാറ്റും കൊള്ളാം, ഇവിടെ ഇരുന്ന് അരിയാം. അപ്പോൾ ഞാൻ അതൊക്കെ ഒരു പാത്രത്തിലാക്കി കൊണ്ടുവന്ന് അമ്പാടി അത് കട്ടിലെ മുഴുവൻ കുടഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴുകി നല്ല രീതിയിൽ എടുത്തതിനൊക്കെ ശേഷമാണ് ഞാൻ വറുക്കുന്നത്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, കട്ടിലേൽ അങ്ങനെ വലിയ അഴുക്കോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ വാവയെ ഞാൻ ഉറക്കാൻ കിടത്തിയപ്പോൾ വാവ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ബാക്കി പണിയും കൂടെ പെട്ടെന്ന് അങ്ങ് തീർക്കാമെന്ന് കരുതിയിട്ട് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കരച്ചിലും വഴക്കും ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെ അങ്ങ് പെട്ടെന്ന് അങ്ങ് റെഡിയാക്കി വെക്കണ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ തീരെ നൈസായിട്ട് അതൊക്കെ അരിഞ്ഞതിന് ശേഷം വേഗം പോയിട്ട് ബീഫ് ഫ്രൈ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അതൊന്നും കാണിച്ചില്ല വീഡിയോയിൽ, കാരണം ഒത്തിരി അങ്ങ് ലോങ് ആയി പോകും കേട്ടോ. അങ്ങനെ ബീഫൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ പിന്നെ ഒന്ന് പുറത്തേട്ട് ഇറങ്ങി കേട്ടോ. ഭയങ്കര ചൂടും വേർത്ത് കുളിച്ചാകെ നാശമായി കേട്ടോ. പിന്നെ നല്ലപോലെ വിശക്കുന്നുമുണ്ട്. ഞാൻ ഒരു സാധനം പോലും കഴിച്ചിട്ടില്ല. ഇനിയിപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കഴിക്കണം കേട്ടോ. അപ്പോൾ അതിന് ശേഷം ചേട്ടനും അനിയനും അമ്പാടിയും കൂടിയിട്ട് പുറത്ത് പോയി. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനെന്നാൽ ഫുഡ് കഴിച്ചേക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് ബിരിയാണിയും ചിക്കനും പിന്നെ ഒരു കുറച്ച് ബീഫ് ഫ്രൈയും നമ്മുടെ സർലാസും ഒക്കെ കൂട്ടിയിട്ട് ബിരിയാണി കഴിക്കുവാണ് കേട്ടോ. അങ്ങനെ ഞാൻ വന്നിരുന്ന് ബിരിയാണി കഴിക്കുവാണ്. അപ്പോൾ വാവ ഉറങ്ങി എഴുന്നേറ്റ്. ഇപ്പോൾ വാവ ഇവിടെ കമന്ന് കിടക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്. അങ്ങനെ ഞാനിതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ പോയിട്ടൊന്ന് കുളിച്ച് കേട്ടോ. മേലൊക്കെ ഒന്ന് കുളിച്ച് നേരെ റൂമിലോട്ട് കയറി വന്നപ്പോഴേ ഒരു കൊറിയർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ കൊറിയർ ബോയ് വിളിച്ച് കേട്ടോ. അപ്പോൾ കൊറിയർ മേടിക്കാൻ വേണ്ടി വഴിയിലോട്ട് പോയിട്ട് വരുവാണ്. എൻ്റെ കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ ഒരു റിംഗ് ലൈറ്റുള്ള ട്രൈപ്പോഡ് വാങ്ങണം എന്നുള്ളത്. അപ്പം ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കാൻ ട്രൈപ്പോഡ് ചെറുതാണ്, എന്നാൽ പോലും അത് അതിൻ്റെ കാലൊന്ന് ഒടിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാലൊന്ന് പൊട്ടിപ്പോയി, അത് കമ്പിയിട്ട് അനിയൻ കെട്ടി വെച്ചേക്കുവാണ് കേട്ടോ. എന്നാലും വീഡിയോ എടുക്കണതിന് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് റിംഗ് ലൈറ്റുള്ള ഒരു ട്രൈപ്പോഡിൻ്റെ കുഴപ്പമില്ലല്ലോ, കാരണം റൂമിലൊക്കെ വലിയ ക്ലാരിറ്റി ഒന്നുമില്ല കേട്ടോ, ഭയങ്കര ഇരുളിമയാണ്. അതുകൊണ്ടാണ് ഇത് കുറേ നാളത്തെ ആഗ്രഹം കേട്ടോ, ഒരെണ്ണം വാങ്ങണം എന്നൊക്കെ അങ്ങനെ ആഗ്രഹിച്ചിരുന്നപ്പം ഇപ്പോഴാണ് നമുക്ക് സാധിച്ചത്. അപ്പോൾ ഞാൻ ഇത് ഓർഡർ കൊടുത്തിട്ട് മീഷോയിൽ നിന്നാണ് കേട്ടോ ഞാൻ ഇത് വാങ്ങിച്ചത്. അപ്പം നല്ലതാണ് കേട്ടോ, നല്ല ട്രൈപ്പോഡാണ്. റൂമിലൊക്കെ വെച്ച് വീഡിയോ ഒക്കെ എടുക്കാം, പിന്നെ രാത്രിക്ക് ഉള്ള സീനൊക്കെ എടുക്കാമല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ മേടിച്ചാണ് കേട്ടോ. അങ്ങനെ ചേട്ടനൊക്കെ പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്കും നല്ല ചൂടുള്ള പൊറോട്ട കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ബീഫ് ഫ്രൈ ഉള്ളത് കൊണ്ട് പൊറോട്ട കഴിക്കാമല്ലോ. അപ്പോൾ എല്ലാവരും കഴിച്ചു. പിന്നെ ആ ഒരെണ്ണടുത്ത് അമ്പാടിക്കും കൊടുത്തിട്ട് അവൻ കഴിച്ച് ആ പ്ലേറ്റിൽ തന്നെ ഞാനും ഒരെണ്ണിട്ട് അങ്ങ് കഴിക്കാമെന്ന് കരുതി കേട്ടോ. എനിക്ക് ഒരേ ഒരു പൊറോട്ട കഴിക്കാൻ പറ്റുള്ളൂ, കാരണം ബിരിയാണിയൊക്കെ തിന്നൊന്നും ദഹിച്ചിട്ടില്ല. ബിരിയാണി 2 ട്രിപ്പ് അടിച്ചു, അത് വയറ് ഫില്ലായിരിക്കുകയാണ് കേട്ടോ. ഇപ്പം ഞാൻ ഈ പൊറോട്ട കഴിക്കുന്ന സമയം ഒരു 7:30 കേട്ടോ. കാരണം നമ്മളിവിടെ ഒരു എന്താ പറയുക ഒരു 4 മണി 3:30-4 മണി സമയത്തൊക്കെയാണ് കട്ടൻ ചായ തിളപ്പിക്കാറ്. ഇന്ന് അമ്മ കട്ടൻ തിളപ്പിച്ച് ഒരു 6:30 ആയപ്പോഴാണ് കേട്ടോ. കാരണം എല്ലാവരും ബിരിയാണിയും ചോറും ഒക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞിരുന്നതുകൊണ്ട് ആ ഒരു സമയത്ത് കട്ടൻ തിളപ്പിച്ച് കഴിഞ്ഞാൽ ആരും കുടിക്കത്തില്ല കേട്ടോ. മധുരവും കൂടെ ആയതുകൊണ്ട് ആരും അങ്ങനെ കുടിക്കത്തില്ല. അപ്പോൾ കുറച്ചും കൂടെ താമസിച്ച് കട്ടൻ തിളപ്പിച്ചാൽ മതിയല്ലോ എന്നോർത്തിട്ട് അമ്മ 6:30 ആയപ്പോഴത്തേക്കുമാണ് കേട്ടോ കട്ടൻ തിളപ്പിച്ചത്. അപ്പോൾ എല്ലാവരും കട്ടനൊക്കെ കുടിച്ചു, പൊറോട്ടയൊക്കെ തിന്നു. അപ്പോൾ ഞാനും വന്നിരുന്നിട്ട് ഒരു പൊറോട്ടയും കുറച്ച് ബീഫ് ഫ്രൈ എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കട്ടൻ ചായ ഞാൻ അവിടെ തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ചൂട് പറ്റത്തില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ ഇറക്കി വെച്ചേക്കുവാണ് കട്ടൻ തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ റൂമിൽ വന്നിരുന്ന ഒരു പൊറോട്ടയും കുറച്ച് ബീഫ് ഫ്രൈയും ആയിട്ട് കഴിക്കുകയാണ് കേട്ടോ. ബിരിയാണിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ, ഇനി ഒന്നും അങ്ങ് ചെല്ലാനുള്ള സ്ഥലമില്ല. ഇനി ഇതും കഴിച്ചിട്ട് നേരെ കിടന്ന് ഉറങ്ങത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നാളെ ചൂടാക്കി കഴിക്കാമല്ലോ. പൊറോട്ടയൊക്കെ മിച്ചമുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ എൻ്റെ കട്ടൻ ചായ ഒന്ന് എടുത്തുകൊണ്ട് തരാനായിട്ട് ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറയുമായിരുന്നു. അവിടെ ഞാൻ തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ പിന്നെ പിള്ളേരൊക്കെ വഴക്കും അലമ്പൊക്കെ തുടങ്ങി അവർക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഇനി പിള്ളേരുടെ മേലൊക്കെ ഒന്ന് തുടയ്ക്കണം, കുഞ്ഞുവാവയുടെ മേലൊക്കെ ഒന്ന് തുടയ്ക്കണം. അമ്പാടിനെ കുളിപ്പിച്ച് കേട്ടോ വൈകുന്നേരം. അപ്പോൾ ആ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കയറി കിടന്ന് ഉറങ്ങാമല്ലോ എന്ന് ഓർത്തിട്ട് ദേ ചേട്ടൻ കട്ടനൊക്കെ കൊണ്ട് തന്നു. അങ്ങനെ അതൊക്കെ കുടിച്ച് ബീഫൊക്കെ കഴിച്ച് അവിടെ ഇരുന്നതിന് ശേഷം ഞാൻ നേരെ പോയിട്ട് പല്ലൊക്കെ തേച്ച് കേട്ടോ. ഞാൻ എല്ലാ ദിവസവും നിന്ന് പല്ല് തേക്കണ സ്ഥലമല്ല കേട്ടോ ഇത്. കാരണം രാത്രി ആയിക്കഴിഞ്ഞാൽ ഞാൻ ആ നിൽക്കണ സ്ഥലം, അപ്പുറത്ത് നിൽക്കാറുള്ള സ്ഥലം ഭയങ്കര ഇരുട്ടാണ് കേട്ടോ. ക്യാമറ എവിടെ ആളെവിടെയൊന്നും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് മാറി നിന്നിട്ട് നമ്മുടെ വീടിൻ്റെ തൊട്ട് പുറകിലായിട്ട് പാത്രമൊക്കെ കഴുകണതിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് കേട്ടോ പല്ല് തേക്കുന്നത്. അപ്പം നമ്മുടെ പട്ടിക്കുട്ടന്മാരൊക്കെ വീടിൻ്റെ പുറകിലാണ് കേട്ടോ കെട്ടിയേക്കുന്നത്. പിന്നെ അമ്മ അവിടെ ഇരുന്നിട്ട് പൊറോട്ട കഴിക്കുന്നുണ്ട്. അമ്മ പൊറോട്ടയും ചിക്കനുമാണ് കേട്ടോ കഴിക്കുന്നത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പല്ലൊക്കെ തേച്ച് കുറേ നേരം അവിടെ നിന്ന് പല്ലൊക്കെ തേച്ചതിന് ശേഷം ഇനിയിപ്പോൾ ഒന്നും കഴിക്കത്തില്ല കേട്ടോ. പല്ല് തേച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ രാത്രി ഒന്നും കഴിക്കത്തില്ല. എല്ലാ ഫുഡ് കഴിക്കലും കാര്യങ്ങളും വെള്ളം കുടിക്കലും എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് കേട്ടോ പല്ലൊക്കെ തേക്കുന്നത്. അതിന് ശേഷം ഞാൻ ദേ വന്നു. പിന്നെ ദേ അമ്മ ഇവിടെ നിന്ന് പൊറോട്ടയും ചിക്കൻ കറിയും കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ദേ ചോറിനുള്ള വെള്ളം അടുപ്പത്തിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേക്കും ഒരു 9 മണി 10 മണിയൊക്കെ ആകും. അത് ഊറ്റി വെച്ചതിന് ശേഷം നേരെ പോയി കിടക്കും കേട്ടോ. പിന്നെ ഞാൻ ദേ റൂമിലോട്ട് വന്നു. ഇനി വാവയുടെ മേലൊക്കെ ഒന്ന് തുടച്ച് പാമ്പറൊക്കെ ഒന്ന് മാറി ഉടുപ്പൊക്കെ ഇടിച്ചതിന് ശേഷം വാവേനെയും കിടത്തി ഉറക്കിയതിന് ശേഷം സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ, സീ യു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലോ കേട്ടോ.